മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മളെ ക്രാഷ് ബാച്ചിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോർട്ട് നോട്ട് ക്ലാസ്സുകൾ അല്ലേ. അപ്പോൾ ഈ ഷോർട്ട് നോട്ട് ക്ലാസ്സുകളുടെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓരോ സബ്ജക്റ്റിന്റെയും മൊഡ്യൂൾ വൈസ് ചാപ്റ്റർ വൈസ് നമ്മൾ ഷോർട്ട് നോട്ട് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ സാർ അത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് പേരെന്താണ് ഒരു വീഡിയോ ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകും. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിക്കൂടാ. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലൈവുകളും കാര്യങ്ങളും ഒന്നും മിസ്സാക്കാൻ നിൽക്കണ്ട. ഓക്കെ അല്ലേ? റെഡി? പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മളിപ്പോ പറഞ്ഞു, പല കുട്ടികളും +2 ഉള്ള കുട്ടികൾ പലരും ഇപ്പൊ സാറിന് മെസ്സേജ് അയച്ച് പറയുന്ന കാര്യമാണ്, സാർ ഇതാണ് നമ്മുടെ ഇനി വരാൻ പോകുന്ന എക്സാമുകളുടെ ലിസ്റ്റ്. അറിയാലോ, ലാബ്, മോഡൽ, ഇംപ്രൂവ്മെന്റ്, പബ്ലിക്. ഓക്കെ, അപ്പൊ ലാബ് ജനുവരി പകുതി അല്ലെ 22 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളല്ല, നിങ്ങൾക്ക് തുടങ്ങാൻ പോവുകയാണ്. അത് കഴിയുമ്പോഴത്തേ മോഡല്, പിന്നെ ഇംപ്രൂവ്മെന്റ് ആയി, പബ്ലിക്കായി. ഓക്കെ, പക്ഷെ ഇതിന്റെയൊക്കെ ഉള്ളിൽ, അതായത് ഈ ഒരു ടൈമിൽ നെക്സ്റ്റ് വീക്ക് മുതൽ പല കുട്ടികൾക്കും പ്രീ ലാബ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യാണ് പോലും. ദെൻ അത് കഴിയുമ്പോഴത്തേക്കും മോഡൽ എക്സാമിനും പ്രീ മോഡൽ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇനി നിങ്ങളെ മുന്നിൽ ദിവസം ഉണ്ടോ? ഇല്ല. എക്സാമോടെ എക്സാം അല്ലേ? അപ്പൊ ഇതിനൊക്കെ പലരും എവിടെ വരെ പബ്ലിക് എക്സാം വരെ പലരും നിങ്ങളെല്ലാവരും ഇത്രയും എക്സാമുകൾക്ക് നിങ്ങൾ ഒരു മെജോറിറ്റി സ്റ്റുഡൻസും പോകാൻ പോകുന്നത് എങ്ങനെയാ? കംപ്ലീറ്റ് സിലബസുകളും കാര്യങ്ങളും പഠിക്കാതെ, അല്ലെങ്കിൽ എന്താണ് ചാപ്റ്ററുകൾ പലരും ഏതാണെന്ന് പോലും അറിയാതെയൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാകുക. മക്കളെ, അങ്ങനെ പോവേണ്ടതാണോ? ഓക്കെ, പ്രീ ലാബ് എക്സാം ആയാലും മോഡൽ എക്സാം ആണ്, പ്രീ മോഡൽ എക്സാമുകളൊക്കെ ആയാലും ഓക്കെ, അതൊക്കെ അങ്ങനെ പോട്ടെ. പക്ഷേ നമുക്ക് വരാൻ പോകുന്നതാ ഈ ലാബ്, മെയിൻ ആയിട്ടുള്ള ലാബ് എക്സാം, മോഡൽ എക്സാം, ഇംപ്രൂവ്മെന്റ് എക്സാം, ഇതിനൊക്കെ അങ്ങനെ പോയാൽ മതിയോ? പബ്ലിക് എക്സാമിനൊക്കെ അങ്ങനെ പോയാൽ മതിയോ? പോരെ, മനസ്സിലാക്കിക്കോളുക. പഠിച്ചു തുടങ്ങിക്കോളുക. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചോളുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ക്രാഷ് ബാച്ച് ഒക്കെ ജോയിൻ ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുന്നുണ്ട്. നിങ്ങൾ പലരും ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി വെയിറ്റിംഗ് ആണ്. എക്സാമിന്റെ തലേന്നൊക്കെ ലൈവിലൊക്കെ കയറി അങ്ങോട്ട് പഠിക്കാമെന്നൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ മക്കളെ നടക്കുന്ന കാര്യമല്ല കേട്ടോ. സോ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചോളാം. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സമയം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന ദിവസം കൊണ്ട് ഇത്ര കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കണം എന്നുള്ള ലിസ്റ്റുകളും ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ മക്കൾക്ക് നമ്മൾ ക്രാഷ് ബാച്ചിൽ തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അത് അങ്ങനെ തന്നെ വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ വൈകണ്ട, എത്രയും പെട്ടെന്ന് ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോളുക. ദെൻ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ, അപ്പൊ അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ അതൊന്നും മിസ് ചെയ്യേണ്ട. എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാനുള്ള കാര്യങ്ങൾ നോക്കുക. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഓക്കെ അല്ലേ?